റമദാനിലെ പ്രാർത്ഥനയും വ്രതവും നൽകിയ വിശുദ്ധിയോടെ പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും പുലർച്ചെ മുതൽ വിശ്വാസികളുടെ പ്രവാഹം. നാടും നഗരവും റോഡുകളും പൊതു ഇടങ്ങളും തക്ബീർ ധ്വനികളാൽ നിറഞ്ഞു. കേരളത്തിൽ നിന്നടക്കമുള്ള പണ്ഡിതർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും സ്രഷ്ടാവിന്റെ ഏകത്വവും മഹത്വവും ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഈദ് ആഘോഷിക്കുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. മക്ക, മദീന പള്ളികളിലെ പ്രാർത്ഥനകൾക്ക് ഷെയ്ഖ് സലെ ബിൻ അബ്ദുള്ള ബിൻ ഹുമൈദ്, ഷെയ്ഖ് അഹമ്മദ് ബിൻ അലി അൽ ഹുദൈഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെല്ലാം ലക്ഷങ്ങൾ പ്രാർത്ഥനകളിൽ പങ്കാളികളായി. UAE-യിൽ ഷാർജ, ദുബായ് എന്നിവിടങ്ങളിലായി മലയാളത്തിൽ ചടങ്ങുകൾ നടന്നു. ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ അൽഖൂസ് അൽമനാർ സെന്ററിൽ നടന്ന പ്രാർത്ഥനകൾക്ക് മൗലവി അബ്ദുൽ സലാം മോങ്ങവും കിസൈസിൽ മൗലവി ഹുസൈൻ കക്കാടുമാണ് നേതൃത്വം നൽകിയത്. നന്മയുടെ നിലയിൽ ഉറച്ചു നിൽക്കുക, തിന്മയുടെ ആളുകളെ തിരിച്ചറിയുക, അതിനെതിരിൽ ശക്തമായി പ്രതിരോധിക്കുക എന്നത് തന്നെയാണ്. അതിനുള്ള കരുത്ത് സൃഷ്ടാവായ റബ്ബ് തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് മൗലവി ഹുസൈൻ സലഫി നേതൃത്വം നൽകി. സർവശക്തനായ അള്ളാഹുവിനോട് ഏറ്റവും മനം നൊന്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. വിവിധ ഇടങ്ങളിൽ സ്ത്രീകൾക്കായി പ്രത്യേക സൗകര്യമൊരുക്കിയിരുന്നു. UAE-യിൽ അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിലാണ് ഏറ്റവും അധികം പേർ പ്രാർത്ഥനകളിൽ പങ്കെടുത്തത്. റമദാന്റെ സന്ദേശം അടുത്ത റമദാൻ വരെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക. ആ സ്നേഹവും ത്യാഗവും പ്രാർത്ഥനയുമൊക്കെ ഒരിക്കലും കൈവിടരുത്. ഇതാണ് ഇവിടെ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്. ഈദ്ഗാഹുകളിലും അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങളിലും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഗൾഫിൽ പ്രാർത്ഥനകളിൽ പങ്കാളികളായത്. ദുബായിലെ കിസൈസിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.